വീട്ടിലെ പണിയെല്ലാം പടപടാ ഒതുക്കിയിട്ട് ഇന്ന് എനിക്കൊന്ന് പ്ലാത്ര വരെ പോകാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ സബ് ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളും ഒപ്പനക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. ഇന്നലെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇന്നലെ നല്ല മഴ. അപ്പോൾ മടിച്ചു നിന്നു. എന്തായാലും ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് വെയിലുണ്ടെങ്കിലും മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട്. നല്ലൊരു കാറ്റടിച്ചു തരാൻ നോക്ക്. മൊത്തം ഇലയും വീണ്ടും അടിച്ചു വാരിയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. രാവിലെ കഷ്ടപ്പെട്ട് അടിച്ചു വാരിയതാണ് കേട്ടോ. എന്നാൽ ഞാൻ വേഗം പോയിട്ട് കീഴട്ട് ഇല്ലെങ്കിലും മഴ വരും. അപ്പം ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡിയായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേലും ഗൈസ് ഇതാ നല്ല മഴ, നല്ല കാറ്റും നല്ല മഴയാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാറ്റാട്ടാ. മൊത്തം മഴയും അടിച്ച് ഇൻ്റർലോക്കിലേക്ക് കയറിയിട്ടുണ്ട്. വണ്ടി ആടിലെ ഡ്രസ്സും മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യാണ്ട് പോകാൻ വേണ്ടി പറ്റൂല. പോവാൻ റെഡി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് പിന്നെന്താ കുറേ നടന്നു, കുറേ ഇരുന്നു, അങ്ങനെ ഇങ്ങനെയും ഫോൺ നോക്കിയെല്ലാം സമയം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കും, മഴ കുറച്ച് കുറയുന്നുണ്ടോ എന്നാൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതൊന്നും കൂട്ടും നടക്കുന്നുമില്ല. അങ്ങനെ സമയം 11:30ആയി. വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുമോ? കുറച്ച് അവലും കുറച്ച് ശർക്കരയും എടുത്ത് ഇതുപോലെ ചീകിയിട്ട് കുഴച്ചിട്ട് അങ്ങ് തിന്നു. തേങ്ങയൊന്നും ഇരിക്കാനില്ല, ത്രാണി എനിക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൽ വയറ്റിലാക്കുമ്പോഴേക്കും നമ്മളെ മഴ ഒന്ന് ശമിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇനി വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പം വാതിലടച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാ. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു ഫാൻസി കടയിൽ തന്നെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിയിട്ട് ഞാനിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് പോകുമ്പോൾ വരുമ്പോൾ ഒരു തുള്ളി മഴ പോലും പെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊട്ട് നനഞ്ഞിട്ടുമില്ല. അപ്പം ഇനി വാങ്ങിയ സാധനങ്ങളെല്ലാം ഒന്ന് കാണാം. അപ്പം ഈ കവറിലുള്ളത് ചരടും ബീട്രൂട്ട് പൗഡറുമാണ്. ബീട്രൂട്ട് പൗഡർ ഞാൻ അന്നേ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നവിടെ കണ്ട സമയത്ത് വെറുതെ ചെറിയ സാമ്പിൾ പാക്കറ്റ് 2 വാങ്ങിയതാണ്. അപ്പം സാധനമെല്ലാം വാങ്ങി പുറത്ത് കീഞ്ഞതിന് ശേഷമാണ് ചരട് വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഓർമ്മ വന്നത്. അതായത് നാട. അപ്പം അതിനുവേണ്ടി വീണ്ടും കയറി. അതുകൊണ്ടാണ് ഈ 2-3 പാക്കറ്റായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാ നല്ല പച്ച കളറിലുള്ള വള, പിന്നെ ഗോൾഡൻ കളർ വള, പിന്നെ സ്ലൈഡ്. ഇവർക്ക് തട്ടത്തിന് സൈഡിൽ കുത്താൻ വേണ്ടിയിട്ട് വലിയ സ്ലൈഡ്, പിന്നെ അതുപോലെ ചരട്, മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള കറുത്ത ചരട്, പിന്നെ ബിഗ് ബീൻ്റെ മൈലാഞ്ചി, പിന്നെ നമ്മളെ യു പിന്ന്, സേഫ്റ്റി പിന്ന്, പിന്നെ സ്ലൈഡ് എൻ്റെ അടുത്ത് ഉണ്ട്. മുല്ലപ്പൂ സ്ലൈഡ് എൻ്റെ അടുത്ത് ഇല്ലതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. പിന്നെ വാങ്ങിയിട്ടുള്ളത് കറുത്ത തുണിയാണ്. അതായത് ഇപ്പം കറുത്ത തുണി ഇവർക്ക് ഒപ്പനക്ക് തലക്ക് കെട്ടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായ ഫാൻസി കടക്ക് മുട്ടിയിട്ട് തന്നെ ഒരു തുണി ഷോപ്പും കൂടി ഉണ്ടായിന്. അപ്പോൾ ആടെ നിന്ന് 1 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണി ബ്ലാക്ക് കളറാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ചോറുണ്ണാൻ വേണ്ടി പോവേനേ. അപ്പോൾ രാവിലെ മുട്ടക്കറി ആക്കിയിട്ടുണ്ടായിന്. മുട്ടക്കറിയും പത്തല്ല. അപ്പോൾ ആ മുട്ടക്കറിയും മീൻ പൊരിച്ചതും കക്കിരിക്ക പെരക്കുമാണ് ഇന്ന് ഉച്ചക്കേക്ക്. അപ്പം ഞാൻ ചോറിനിട്ട്